വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് സ്മാർട്ട് ഫോൺസ് ടെക്നോളജിയെ പറ്റിയാണ്. ഓരോ നിമിഷവും സ്മാർട്ട് ഫോൺസിൽ ടെക്നോളജീസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ കമ്പനീസും ഓരോരോ ടെക്നോളജീസാണ് ഡേ ബൈ ഡേ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസാണ് ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പ് കൊണ്ടുവരുന്നു. ലൈഡാർ സ്കാനർ പോലുള്ള ടെക്നോളജീസ് സ്മാർട്ട് ഫോൺസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സാംസങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് കൊണ്ടുവരുന്നു. ഒടുവിൽ ഇതാ ഓപ്പോ ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസിന് പകരം റോളബിൾ സ്മാർട്ട് ഫോൺസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ആ സ്മാർട്ട് ഫോൺസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ വർഷവും ഓപ്പോയുടെ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഒരു വേദിയാണ് ഓപ്പോ ഇന്നോഡേ. ഈ വർഷം അവരൊരു പുതിയ കോൺസെപ്റ്റായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് റോളബിൾ സ്മാർട്ട് ഫോൺസ്. പല കമ്പനീസും ഈ ഒരു ടെക്നോളജിയെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പോ മാത്രമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. കാണുമ്പോൾ ഒരു നോർമൽ സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ലൈഡിംഗ് മെക്കാനിസം വർക്ക് ചെയ്ത് ഇതൊരു എക്സ്പാൻഡ് ചെയ്ത് ഒരു ഫുൾ സൈസ് ടാബ്ലറ്റ് ആയിട്ട് മാറും. 6.7 ഇഞ്ചിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ എക്സ്പാൻഡ് ചെയ്ത് 7.4 ഒരു ടാബ്ലറ്റ് ആയിട്ട് മാറുകയാണ്. നമ്മൾ സാംസങ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസിലൊക്കെ കണ്ടതാണ്. ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അൺഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു ടാബ്ലറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ വരുന്നൊരു പ്രശ്നം, അതിൻ്റെ സ്ക്രീനിൻ്റെ നടുക്കൊരു ക്രീസ് അല്ലെങ്കിൽ ഒരു വര പോലെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് ഫോൾഡ് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇതിൻ്റെ സ്ക്രീന്. സോ ഇത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് കൂടുതൽ കോംപ്ലക്സ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോഴാണ് ഓപ്പോ ഇവരുടെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഈ ഒരു ഫോണിന് ഓപ്പോ ഇട്ടാക്കുന്ന പേരാണ് Oppo X 2021. നമ്മൾ സ്മാർട്ട് ഫോൺസിൽ പോപ്പപ്പ് ക്യാമറ ടെക്നോളജീസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ പോപ്പപ്പ് ആയിട്ട് വരുന്നത്. ആ ഒരു മെക്കാനിസം പോലെ തന്നെയാണ് ഈ ഒരു റോളബിൾ സ്ക്രീനിൻ്റെ കാര്യവും. ഇവിടെ സ്ക്രീൻ എക്സ്പാൻഡ് ചെയ്താണ് വരുന്നത്. ഓപ്പോ ഇപ്പോഴും ഈ ഒരു ടെക്നോളജിയിൽ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കമ്പനീസും എന്തായാലും ഈ ഒരു ടെക്നോളജിയിലേക്ക് വരും. ബിക്കോസ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസിനെക്കാട്ടിലും ഇത്തിരി കൂടി കംഫർട്ടാണ് റോളബിൾ സ്മാർട്ട് ഫോൺ. ഇടയ്ക്ക് കിട്ടിയൊരു റൂമറാണ് ആപ്പിൾ അവരുടെ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇറക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്കമിങ് ഇയേഴ്സിൽ കുറേ അധികം ടെക്നോളജീസ് ആണ് വരാൻ പോകുന്നത്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് ഇതെല്ലാം കൂടി നമുക്ക് ഒരു ഒറ്റ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം സ്മാർട്ട് ഫോൺ എക്സ്പാൻഡ് ചെയ്ത് ഒരു ടാബ്ലറ്റായി മാറുന്നു. ആ ടാബ്ലറ്റിൽ ഒരു കീബോർഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്ന 10 വർഷത്തിനുള്ളിൽ എല്ലാത്തിനും കൂടി നമുക്കൊരു ഒറ്റ ഡിവൈസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതിൽ നമുക്ക് ഗെയിം സ്ട്രീം ചെയ്യാൻ സാധിക്കും, വീഡിയോസ്, ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടതെല്ലാം കാര്യങ്ങളും അതിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു ചിന്തയായിരിക്കും ഇങ്ങനെ ഒരു പോസിബിലിറ്റീസിന് ചാൻസ് ഇല്ല എന്നുള്ളത്. പക്ഷേ പോസിബിലിറ്റീസ് ആർ എൻഡ്ലെസ്. ഓരോ നിമിഷവും ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോൺസ് നമുക്ക് എന്തായാലും 2021 2022 ഒക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.